നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിരവധി ജനപ്രിയ പദ്ധതികളിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ P. വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത പീഡനപർവത്തിലൂടെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ തലത്തിലേക്ക് ഉയർന്നത്. അദ്ദേഹത്തിന്റെ ജീവിത വഴിത്താരയിലൂടെ ഈ എപ്പിസോഡ് കടന്നുപോയി. ശ്രീ വിജയൻ ഒരുപക്ഷെ ഒരു കുടുംബനാഥനായിട്ട് ആൾക്കാർ സങ്കല്പിക്കുമ്പോൾ രണ്ട് മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. രണ്ട് മക്കളും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കിട്ടാൻ താങ്കൾക്ക് പ്രേരകമാകുന്ന ജാലകങ്ങളാണ് അവർ, അല്ലേ? വളരെ പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ മക്കൾ പ്രദാനം ചെയ്യുന്ന അല്ല, ഞാൻ ഈ കുട്ടികളോട് അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഒരു പരിധിവരെ SPCയും നന്മയിലൊക്കെ കുട്ടികൾ എടുക്കേണ്ടി വന്നതെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയല്ലേ കുട്ടികളൊക്കെ എന്നുള്ള ഒരു തോന്നല് സത്യത്തിൽ ഈ കുട്ടികൾ അവസാനം ഈ കുട്ടികളെ നോക്കാൻ സമയം കുറഞ്ഞു. ഈ കുട്ടികളെ പഠിക്കുന്നത് എങ്ങനെ, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് സത്യത്തിൽ ഈ 8ാം ക്ലാസ്സിലാണ് എൻ്റെ മകളും പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ് SPC. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 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 ചിന്ത എൻ്റെ കുട്ടികളോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹമാണിത്. പക്ഷെ അതിൽ ഒരു ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, കുട്ടികൾ എങ്ങനെ ആധുനിക തലമുറ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അവരുടെ മനോവ്യാപാരം എന്ത് എന്നുള്ളത് അത് മനസ്സിലാക്കണം. ഇത് നമ്മളെ നാട്ടിൽ താരതമ്യേന കാരണം ഞാൻ ഒരു ഇന്ന് 40 കഴിഞ്ഞിരിക്കുന്ന ആള് എൻ്റെ കുട്ടിക്കാലം എന്ന് ചിന്തിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കുട്ടിയെ അങ്ങനെ വളർത്താൻ ശ്രമിച്ചാൽ താങ്കളുടെ കുട്ടിക്കാലം ഒരുപക്ഷെ ഇന്ന് താങ്കളുടെ കുട്ടികളുടെ കുട്ടിക്കാലമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മറിച്ച് നമ്മളുടെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നത് പോലെയല്ല. നിങ്ങളുടെ കുട്ടിക്കാലം എന്താണെന്നുള്ളത് വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊന്നും പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറേ കുട്ടികളെ കൂടെ കളിച്ചോണോ പഠിച്ചോണോ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയോണോ വന്നോണോ ഇരിക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ്സിലായപ്പോൾ അവന് തോറ്റുപോയി. പഠിക്കാമെന്നാകുമ്പോൾ പലതും പറഞ്ഞ് കിടന്നുറങ്ങിക്കാവും. പിന്നെയും ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ എഴുന്നേൽക്കുള്ളൂ. രാത്രിയും പൊലച്ചക്കും കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടും അവനെ ബുദ്ധിയെ മുട്ടിച്ചിട്ട് മറ്റു സ്വന്തം താല്പര്യമൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പർക്ക് ഒരു ചൂട് വന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. അമ്മ വളരെ ജെനുവനായിട്ട് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളുടെ അവസ്ഥ അതായിരുന്നു. അല്ല, അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നതാണ് ശരിയാകുക. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തായിരിക്കും അത് ശരിയാകുക. നേരത്തെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ സത്യത്തിൽ പ്രതിസന്ധികളെ കണ്ടിട്ടില്ല. കാരണം ഇത് ചെയ്യണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. എന്നതുപോലെ എനിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പം പഠിക്കണമെന്ന് തോന്നി. പിന്നീട് എൻ്റെ പഠനത്തെക്കുറിച്ചിട്ട് എന്നെ ആരും ഇതുപോലെ ഒരാളും തന്നെ ചോദിക്കേണ്ടത് എന്നോട് വന്നിട്ടില്ല. ഞാൻ പഠിക്കാൻ തയ്യാറായി. ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളുടെ ഒരു വളരെ അൺകൺവെൻഷണൽ ആയിരിക്കുന്ന ഒരു തിങ്കിങ് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നമ്മളൊരു നഴ്സറി സ്കൂളിൽ ചേർന്നാൽ പിന്നെ ജോലിക്ക് എത്തുന്നത് വരെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് അതൊരു തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ജീവിതം എന്തെന്ന് അറിയുകയും ജീവിതം മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം പഠിക്കാൻ നമ്മൾ അതിനിടയിൽ പഠിക്കുന്നതിൽ എന്താ തെറ്റ്? അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് വെച്ചാൽ, അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കോഴിക്കോട് അമ്മയുടെ വയസ്സിലുള്ള ഒരാൾക്ക് മനസ്സിലേക്ക് വരുന്നത് താങ്കളുടെ കുട്ടിക്കാലമാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ താങ്കൾ പ്രതാപശാലിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പ്രമാണിയേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് പഴയ ബാലനായിട്ടുള്ള വിജയനായിട്ടാണ്. അതാണ് അമ്മയുടെ. അപ്പോൾ അമ്മ ആ ചെറിയ വയസ്സിൽ താങ്കളെ എഴുന്നേൽപ്പിക്കുന്നതും കട്ടൻ ചായ ചെയ്യിപ്പിക്കുന്നതും പഠിക്കട എന്ന് പറയുന്നതും അവർ ഒരു പക്ഷേ ആ ഒരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നനുത്ത ഭാവതലങ്ങൾ എന്നുള്ളത് വാത്സല്യത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ താങ്കളിലേക്ക് പ്രദാനം ചെയ്തതാണ് ഒരുപക്ഷെ താങ്കൾ പിന്നീട് ഈ മേഖലയിൽ എത്താൻ വേണ്ടി കാരണം. ഒരാളെ കൂടെ കൊണ്ടുവരേണ്ട സമയമായി. ഭസ്മങ്ങളൊക്കെ തൊടു. അപ്പം എന്നോട് ചോദിച്ച് ഈ സയൻസ് യുഗത്തിലുണ്ടോ ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യലെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവനാണ് അറിയുന്ന സമയത്ത് അത് മനസ്സിലാവുള്ളൂ എന്നായിരുന്നു. അങ്ങനെ PG പരീക്ഷയൊക്കെ അടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതേമാതിരി കുളിക്കാൻ ചെന്ന സമയത്ത് വണ്ടി വന്ന് കണ്ട് എന്നോട് പറഞ്ഞു കുറി പരീക്ഷയിൽ ജയിച്ചാൽ അച്ഛനമ്മയും ഗുരുവായൂർ കൂട്ടി കൊണ്ടുപോകും.
എന്ന് പറഞ്ഞു. ആ ഗുരുവായൂർ കൂട്ടി കൊണ്ടുപോകുന്നതിൻ്റെ ശേഷമുള്ള കാര്യമാണ് ഇന്ന് നടക്കുന്നതൊക്കെ. ഓ, ശിവജിയൻ, ഒരുപക്ഷെ താങ്കളുടെ മനസ്സിൽ എനിക്കറിയില്ല ഇപ്പം എന്തൊക്കെ ഭാവങ്ങളാണ് മിന്നിമറയുന്നതെന്ന്. അച്ഛൻ്റെ ആ വളരെ നൈർമല്യമേറിയ അഭിമാനം സ്ഫുരിക്കുന്ന എന്നാൽ ഓർമ്മകളുടെ ഒരു വല്ലാത്ത തിരയോട്ടമുള്ള ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആ കാലഘട്ടത്തിലേക്ക്, ആ കഷ്ടപ്പാടുകളിലേക്കൊക്കെ ഒന്ന് ഊളിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയൊരു 10,000 കാലം മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജ സ്രോതസ്സാണ് അതൊക്കെ താങ്കൾക്ക് പ്രദാനം ചെയ്തത്. അല്ല, ഇതിൽ അമ്മയച്ഛനൊക്കെ വളരെ യുണീക്കായിരിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ വളരെ അഭ്യസ്തര വിദ്യരായിരിക്കുന്ന ആളുകൾക്കുള്ളതിനേക്കാൾ ഉദാത്തമായ ചില ക്വാളിറ്റീസ്. ഒന്ന്, എൻ്റെ അമ്മ അവിടെ എൻ്റെ വീട്ടിൽ ആര് വന്നാലും അവർ ഭക്ഷണം കഴിച്ചിട്ടേ പോകും. അത് ആ വീട്ടിൽ ഭക്ഷണം ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ലെങ്കിലും വന്നവർ ഭക്ഷണം കഴിക്കുന്നത് അമ്മ കൊടുക്കുന്ന ഒരു സംവിധാനം ഇതാണ്. ഇപ്പോഴും ഞാനില്ലെങ്കിലും എൻ്റെ കുറേ സുഹൃത്തുക്കൾ അമ്മൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകാറുണ്ട്. രണ്ടാമത്തത്, ഈ അവർ എനിക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു 14 വയസ്സാകുമ്പം തന്നെ എൻ്റെ ഡെസ്റ്റിനി തീരുമാനിച്ചോ എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിനകത്ത് ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ ഉഴപ്പി നടക്കുന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് വെച്ചിട്ട് എൻ്റെ ബലപ്രയോഗത്തിനൊന്നും ആരും മെനക്കെട്ടില്ല. നീ അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് സ്വപ്നം കണ്ടുവച്ചിട്ടുമില്ല. അതേസമയം അവർക്ക് എന്നിൽ സ്നേഹമില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. അവരെന്നിൽ സ്നേഹമുണ്ട്, പക്ഷേ അവർ കരുതുന്നത് നീ നിൻ്റെ വഴി തീരുമാനിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതിന് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ ദുരുപയോഗം ചെയ്തില്ല എന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ രാത്രി മുഴുവൻ നാടകം കളിക്കാൻ പോവുകയായിരുന്നു. തിരിച്ചു വന്നാലും അമ്മ രാത്രി 11-12 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോ, അതിന് വരെ കാത്തിരിക്കും. അതുപോലെ തന്നെ ഈ അച്ഛനും ഇന്ന് വരെ ഞങ്ങൾ ചെയ്യുന്ന ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് പോവുകയാണെങ്കിലോ എന്തിനു പോവുകയാണെങ്കിലും തടസ്സം നിന്നിട്ടില്ല. പക്ഷേ അച്ഛൻ ചില കാൽക്കുലേറ്റഡായ ചില വാക്കുകൾ ചിലയിടത്തൊക്കെ പറയും. അത് ചിലപ്പം ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പറയാം, അവനവന് തോന്നിയാൽ നല്ലത് എന്നൊക്കെ പറയും. അവനവന് തോന്നിയാൽ അവനവന് ഗുണം എന്നൊക്കെ ചില പറയും. പക്ഷേ പഴമൊഴികളിലൂടെ പറയും. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്നുള്ളതൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ വളരെ നമ്മളുടെ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അവർക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിജയൻ, അതായത് ഇപ്പം ഒരുപക്ഷെ പ്രേക്ഷകരെ മനസ്സിലാക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ തോറ്റയാളാണ് താങ്കൾ. തീർച്ചയായിട്ടും 10ാം ക്ലാസ് തോറ്റു. 10ാം ക്ലാസ്സിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. 2, സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട ഭൗതിക സാമൂഹ്യ സാഹചര്യം താങ്കൾക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ താങ്കൾ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തു. സിമെൻറ്റും കല്ലുമായിരുന്നു താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കോപ്പുകൾ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ഈ JB ജംഗ്ഷൻ്റെ സോഫയിൽ ഇരിക്കുന്ന തരത്തിലേക്ക് താങ്കൾ വളർന്നു. ആ അന്തരമാണ് ഒരു പക്ഷേ താങ്കളെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വിജയികളിൽ നിന്ന് താങ്കളെ വേർതിരിച്ചെടുക്കുന്ന ഘടകം. താങ്കളെ ഇമോഷണലാക്കിയാൽ കാക്കിക്കുള്ളിലെ കലാഹൃദയം കാക്കിക്കുള്ളിലെ കലാഹൃദയം കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാത്ത ഒന്നും തന്നെ പറയുന്നില്ല ഇപ്പം. അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠനത്തിൻ്റെ ഫസ്റ്റ് ഫേസിൽ എൻ്റെ പ്രയോറിറ്റി പഠനമായിരുന്നില്ല. കാരണം അതിജീവനായിരുന്നു. അതിജീവനത്തിൻ്റെ പ്രയാസങ്ങൾ വീട്ടിൽ കണ്ടിട്ട് ഈ നേരത്തെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കാതെ പ്രശ്നങ്ങളോട് പ്രതികരിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന അന്നു മുതലേ തുടങ്ങിയതാണ്. അച്ഛനും അമ്മയും കൂടുതൽ പ്രയാസത്തിലാക്കുകയാണ് ഞാൻ വേണ്ടത്, മറിച്ച് ഞാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. എന്നെ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ നിന്ന് നീ എന്താ ജോലിക്ക് പോകാത്തതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നീ പഠനം നിർത്തിയിട്ട് ജോലിക്ക് പോകണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്ക് ഒരു അല്പം പ്രയാസപ്പെട്ടാൽ എന്നെ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. താങ്കളുടെ ബാലവേല എപ്പോഴാണ് തുടങ്ങി? ഞാനങ്ങ് സ്വയം തീരുമാനിച്ചു. എത്ര ക്ലാസ്സിൽ? അത് ഒരുപാട് നേരത്തെ അല്ല, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലോ. 8ാം ക്ലാസ് 8-5-13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ബാലവേലയാ. അതെ, 14 വയസ്സിൽ. അല്ല, അത് ഒരു പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളെ അദ്ദേഹമൊക്കെ ഡിസഗ്രി ചെയ്തേക്കും, നമ്മളെ കൈലാസനാഥ സത്യാർത്ഥില്ലേ. പക്ഷെ
ഇതിൻ്റെ പിന്നിൽ ഒരു വോളണ്ടിയർസ് ഉണ്ട്. ഞാൻ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളല്ല. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ എനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും, ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് സഹായിക്കായിരുന്നു. 8ാം ക്ലാസ്സിൽ താങ്കൾ ജോലിക്ക് പോയി തുടങ്ങി. അതും ചെറിയ ജോലിയല്ല. ഈ പറഞ്ഞ പോലെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞാൽ ചില്ലറ, ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ 20 നില 30 നില എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഭാരം വഹിക്കേണ്ട ഒരു ജോലിയാണ്. അതെ. പിന്നെ 10ാം ക്ലാസ് പരീക്ഷയിൽ താങ്കൾ തോക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ തൊഴിലിന് പോകുന്ന ആൾക്ക് പഠിക്കാനും അതുപോലെ ചിന്തിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. താങ്കളുടെ ലോകം തന്നെ വേറെ ആയിരിക്കും. തീർച്ചയായിട്ടും. കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്കൊന്നും നമ്മളൊരു ഒരു വലിയ ബിൽഡറാണെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ പോകുന്നത്. ബിൽഡറൊക്കെ ആകണമെന്നാണ് അന്ന് സ്വപ്നം കാണുന്നത്. അല്ല, സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ താങ്കളെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിൽഡർ ആകാന്നുള്ള നമ്മളൊരു ലോകത്ത് എത്തിച്ചെല്ലുമ്പം ആ ലോകത്തിന്റെ മഹാനാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടുത്തെ കണക്കിൽ നമ്മളൊരു ബിൽഡർ കെട്ടിടം ഞാൻ പണിയും ഒരു കെട്ടിടല്ല, ഈ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം തന്നെ. അന്ന് ഈ ചാന്ത് ചുമക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ? പിന്നെ ഇതൊക്കെ നമ്മളെ സ്വപ്നത്തിന്റെ ഭാഗമല്ലായിരുന്നു. ഇനി വേണമെങ്കിൽ ആ സ്വപ്നമൊക്കെ വേണം സാക്ഷാത്കരിക്കാം. അല്ല, ഇപ്പോ നോക്കിയപ്പോ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നവരെ സൃഷ്ടിക്കുന്നതാണ് ഒരു കെട്ടിടം ഞാൻ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. നല്ലത്. അതെ, ആരോ പറഞ്ഞ പോലെ ഒരാൾക്കൊരു മത്സ്യത്തെ പിടിച്ചു കൊടുക്കുന്നേക്കാൾ നല്ലത് അയാളെ മത്സ്യം പിടിക്കുന്ന വിദ്യ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എൻ്റെ കുട്ടികൾ ഇപ്പൊ ഒരു 10,000-40,000 കുട്ടികളോടും പാസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ എങ്ങനെയൊക്കെ കിട്ടും എനിക്ക് ഉറപ്പാണ്. അപ്പൊ അത്രയും കെട്ടലുകൾ സമൂഹത്തിൽ വരുന്നതാണോ, ഞാൻ ഒരാൾ പോയിട്ട് 10-50 ബിൽഡിംഗ് കെട്ടുന്നതാണോ നല്ലതെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലത്. വെരി ഗുഡ്. താങ്കളുടെ അച്ഛൻ, അമ്മ, പിന്നെ സഹോദരങ്ങൾ, ഒരുപക്ഷെ ആ സമയത്ത് പലതരത്തിലുള്ള ആരോ പറഞ്ഞതുപോലെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് പല പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ടാവും അല്ലേ? പിന്നെ എന്നെയൊക്കെ പഠിപ്പിച്ച സ്കൂളിന് അത് ഒരു വിശ്വവിദ്യാലയമാണ്. 7ാം ക്ലാസ് വരെയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയത് എൻ്റെ ഈ 7ാം ക്ലാസ് സ്കൂളാണ്. അവിടെയാണ് ജീവിതത്തിന് പഠിപ്പിക്കുന്ന സ്കൂളാണ്. എന്തായാലും താങ്കളുടെ ആ സമയത്തെ അച്ഛൻ, അമ്മ, സഹോദരൻ, എനിക്കൊന്ന് ഒരു സഹോദരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് സംശയമുണ്ടോ? വരട്ടെ. കുഞ്ഞോനെ, നിന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഇതിനു മുമ്പൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നം കൊണ്ടോ അല്ല അങ്ങനത്തെ കാര്യത്തിൽ സംസാരിക്കാൻ എത്തിപ്പെടില്ല. അപ്പോൾ ഈ സമയത്ത് ചോദിക്കുകയാണ്, നീ പഠിക്കുന്ന സമയത്ത് ഈ ലെവലിലൊക്കെ എത്തിപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയുള്ള ഒരു വിജയത്തിലേക്ക് എത്തിപ്പെട്ടതാണോ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മൂപ്പർ ഇത്രയും കാലമായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ചോദിക്കാൻ സമയം കൊടുക്കും. അതാ എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ കുറേ സമയം ഇരുന്നിട്ടുണ്ട്. കൊടുക്കാത്തതുകൊണ്ട് JB ജംഗ്ഷനിൽ നിങ്ങൾ വരുമ്പോൾ അതേ വന്നാലും ആ അവസരം ഉപയോഗിച്ചിരിക്കും. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ശ്രീ വിജയൻ. അതായത് ഒരുപാട് ആൾക്കാർക്ക് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ചോദിക്കാൻ മടിച്ചിരുന്ന പല ചോദ്യങ്ങളും ഈ ഫ്ലോറിലാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ മനസ്സിലായി. തീർച്ചയായിട്ടും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യ ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം അവരൊരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇനി നിങ്ങളെക്കുറിച്ച് കൃത്യമായൊരു അനാലിസിസ് വേണമെങ്കിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഡോക്ടർ ബീനയെ കൊണ്ട് കേൾപ്പിച്ചുതരാം. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ എത്തുമോ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടൽ എപ്പോഴെങ്കിലും താങ്കളുടെ പിൽക്കാലത്തുണ്ടായിരുന്നോ? പക്ഷേ ഏട്ടന് ഒന്ന് ഇവരുടെ ഒരു കാര്യം ഞാൻ പറയണം, കാരണം അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾ 7 പേരാണല്ലോ, ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ വിജയം ഇവരുടെയൊക്കെ ഭയങ്കര വിജയമായിട്ട് ഇവർ ആഘോഷിക്കാറുണ്ട്. വെച്ചാൽ അവരതിന് സെലിബ്രേറ്റ് ചെയ്യും. ഇത് സാധാരണക്ക് എനിക്കിത് എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നും യാതൊരു എൻ്റെ ഏത് ചെറിയതായിരിക്കുന്നതായാലും വലുതായിരിക്കുന്നതും വിജയവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സെലിബ്രേഷനാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വാംത്ത്, ഭയങ്കര ഒരു ഉള്ളറിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഇവരുടെ ഭാഗത്തുണ്ടോ. ഇത് ഓരോരോ പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ മാറിയിട്ടും പലയിടത്തൊക്കെ വരുമ്പോൾ ഓരോരോ പ്രാവശ്യം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ സ്കോപ്പ് ഉണ്ടാക്കിയിട്ട് വരും ചെയ്യും. ഏട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അല്പം അഹങ്കാരമായിരിക്കും ഞാൻ എൻ്റെ ഈ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വഴിയെക്കുറിച്ച് ചെറിയൊരു ധാരണ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത് അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പിന്നീട് ഞാനാണ് കൊയ്ലോന്റെ പുസ്തകമൊക്കെ വായിച്ചത്. അതായത് നമ്മൾ ഏതൊന്നിനു വേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുന്നുവോ, ഏതൊന്നിനു വേണ്ടി നിരന്തരമായി കഠിനമായി പ്രയത്നിക്കുമോ, ഈ ലോകം മുഴുവൻ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് കോൺസ്പയർ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൽക്കമിസ്റ്റ് പറഞ്ഞു. പക്ഷേ ഇത്
ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ചെറുതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അന്നപ്പം തന്നെ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ വേൾഡ് വിൽ കോൺസ്പയർ ഫോർ. ഒരു പക്ഷേ താങ്കളുടെ സതീർത്ഥൻ താങ്കളുടെ കൂടെ പഠിച്ച ആളാണ് രഞ്ജിത്ത് അല്ലേ? അതെ. രഞ്ജിത്തിനെ എവിടെ കൊണ്ടുവരണം? ബി.എഡിന് പഠിക്കുന്ന സമയത്ത് ഗാന്ധിഗൃഹത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ശശിധരൻ സാറിനെ കാണാൻ പോകുന്ന സമയത്ത് രാവിലെ 9 മണിക്ക് എന്നോട് 2ാം ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 9 മണി കഴിഞ്ഞു, 10-11 മണി വരെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 11 മണി കഴിഞ്ഞപ്പോഴാണ് വിജയൻ സാർ അവിടെ എത്തിയത്. അപ്പോഴേ ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും വൈകാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ 5 മണിക്കൂറെങ്കിലും വായിക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. അപ്പോൾ ഇന്ന് അല്പം വൈകിപ്പോയതുകൊണ്ട്, എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയതുകൊണ്ട് അത്രയും സമയം ഞാൻ ഇങ്ങോട്ടെടുത്ത് വായിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് പറ്റിയത്. അപ്പോൾ ആ തീരുമാനത്തിലുള്ള ആ പ്രവർത്തന ശൈലിയിലുള്ള നിശ്ചയദാർഢ്യം, അത് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ശരി, താൻ തീരുമാനിച്ചുറച്ച കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി ചെയ്യുക എന്നുള്ളത് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ വിജയൻ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശ്രീ വിജയൻ, എനിക്ക് അറിയേണ്ട കാര്യം, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ താങ്കളുടെ ഈ സംസാരം സഗൂഢം നിരീക്ഷിക്കുന്ന ശ്രവിക്കുന്ന ആൾക്കാർക്കും അറിയാൻ വേണ്ടി, 10ാം ക്ലാസ്സിൽ തോൽക്കുന്നു. ആ തോൽവി ഒരുപക്ഷെ താങ്കളുടെ മുഴുവൻ സമയ ഒരു നിർമ്മാണ തൊഴിലാളിയായി വേണേൽ മാറ്റാമായിരുന്നു. ഒരു തോൽവി സംഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പരീക്ഷ എഴുതി ജയിക്കണമെന്നുള്ള ഒരു താല്പര്യം അത് എവിടെ വന്നു? ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ അതെയോ സ്വന്തം തോന്നിയതാണോ? ഞാൻ ആക്ച്വലി ഒരു സ്റ്റുഡിയോസ് ആയിരിക്കുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ബേസിക്കലി മാത്സിലായിരുന്നു എനിക്ക് താല്പര്യം, മാത്സും ഫിസിക്സും. മാത്സിനുള്ളൊരു പ്രത്യേകത, വീട്ടിൽ പോയാൽ പഠിക്കേണ്ട ആവശ്യമില്ല. ബോർഡിൽ മാർക്ക് ചെയ്തും നമ്മൾ താഴെയുള്ളത് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. ബോർഡ് ഇങ്ങനെ എഴുതി വരുമ്പം തന്നെ നമ്മൾ പറയും ഉത്തരം പറയും. ഇത് അത്രയും ചെയ്താൽ മതി, അല്ലെ വീട്ടിൽ പോയിട്ട് ഇരുന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹോംവർക്ക് ഒന്നും ചെയ്യാം. അന്ന് അങ്ങനത്തെ അങ്ങനത്തെ പരിപാടിയില്ല. ഞാനിങ്ങനെ എൻ്റെ അവനത് കേൾക്കുന്നതാണ് പ്രശ്നമാണ്. അല്ല, അതായത് ഹോംവർക്ക് എന്നൊരു സംഭവം ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അച്ഛനൊക്കെ അങ്ങനെ വായിക്കാനൊക്കെ പറയും. അപ്പോൾ മാത്സിനുള്ളൊരു പ്രത്യേകത, നമ്മൾ പ്രത്യേകിച്ച് നാളേക്ക് പ്രിപ്പയർ ചെയ്തൊന്നും വരണ്ട. കാരണം അത് നമ്മളെ ലോജിക്കാണ്. ലോജിക്ക് വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ വേസ് കറക്റ്റ് ആവുകയും ചെയ്യുന്നില്ല, അതിലെനിക്ക് മടിയാണ്. പക്ഷേ നമ്മൾ ആൻസർ കറക്റ്റ് ആക്കുന്നതിൽ കുഴപ്പമില്ല, ഉന്നത്തിലാണ് താല്പര്യം. ഇത് അങ്ങനെ പഠനത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു പ്രശ്നമാകുന്നതല്ല, വീട്ടിൽ നമ്മളെ കൊണ്ടും കൂടി ഒരു സഹായമാകാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ പഠനത്തിൻ്റെ ഒരു ജോലിയുടെ ഒരു ഘട്ടത്തിയപ്പം പിന്നീടാണ് ഈ പഠനത്തിൻ്റെ ഒരു ഗൗരവത്തെ കുറിച്ചിട്ട് ഞാനും ചിന്തിച്ചു തുടങ്ങിയത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ അന്ന് കുറേ പുസ്തകം വായിക്കുമായിരുന്നു. ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ അന്ന് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ഞാനൊരു പോകുമ്പോൾ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകം എബ്രഹാം ലിങ്കൻ്റെ ഒരു ചെറിയ ആത്മകഥയാണ്. എബ്രഹാം ലിങ്കൻ ആത്മകഥയിൽ എന്നെ ആകർഷിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം വളരെ പാവപ്പെട്ട വളരെ സാധാരണ ഒരു കുടുംബത്തിലാളായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതായത് അമേരിക്കയിലെ അടിമത്തം നിരോധിക്കുക. എന്നിട്ട് അദ്ദേഹം പിന്നെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എനേബിൾ ചെയ്യുകയാണ് ചെയ്തത് നിരന്തരമായിട്ട്. അങ്ങനെയാണ് 7 തവണ തോറ്റിട്ടും 8ാമത്തെ തവണ ജയിച്ച് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അടിമത്തം നിരോധിച്ചു. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു എബ്രഹാം ലിങ്കനെ പോയി ആയിത്തീരുക എന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു ചെറിയ സ്പാർക്ക് ആ ജീവിതം, ഇതാണ് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് SSLC പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. സാധാരണ നിനക്ക് മാർച്ച് മാസത്തിലാണല്ലോ നമ്മൾ ഈ എക്സാം തുടങ്ങുക. ഞാനൊരു ജനുവരി മാസത്തിൽ അവിടെ ഒരു നൈറ്റ് ക്ലാസ് തുടങ്ങുന്നുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കി, പാരലൽ കോളേജ്. അപ്പോൾ അയാൾ അവിടെ ചെന്നപ്പോൾ അവിടെ 2 സെക്ഷനാണുള്ളൂ. ഒന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ, 2 തോറ്റവരല്ല, 4ാം ക്ലാസ്സിൽ കഴിയാത്തവർ, അന്ന് 10ന് എഴുതാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എന്നെ മൊത്തത്തിലൊന്ന് നോക്കി. അപ്പം പറഞ്ഞു, ഈ 4ാം ക്ലാസ്സിലുള്ള ഇപ്പം ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷേ അവിടെ രസം ഉണ്ടായെന്ന് വെച്ചാൽ, ജനുവരി എൻ്റെ ആയപ്പോൾ 4ാം ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പോയി. അപ്പൊ എന്നെ ഇരുത്താനൊരു സ്ഥലം വേണ്ടേ, കൊണ്ട് ഇരുത്തി. പക്ഷെ രസം അതിന്റെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞേ, ഏതായാലും എത്ര പ്രാവശ്യം എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പരീക്ഷ എന്നുള്ളത്, നിങ്ങളും എഴുതിക്കുമെന്നു. ആ പരീക്ഷയിൽ പാസ്സായതാണ് ഞാൻ പാസ്സായെന്ന് മാത്രമല്ല, അവിടെ സാമാന്യം തെറ്റില്ല, ആ ഗ്രൂപ്പിൽ ടോപ്പായിട്ട് പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി പിന്നീട്
കോളേജുകളിൽ അന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ ആ അടുത്തുള്ള കോളേജുകളിൽ കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ ഞാൻ പഠനം നിർത്തിയിരിക്കുന്നത് ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണോ ഞാൻ 10ാം ക്ലാസ്സിൽ പഠനത്തിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോന്നിരിക്കുന്നത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയാൽ എൻ്റെ ഈ പെർപെക്ച്വേറ്റിംഗ് ആയിരിക്കുന്ന രീതിയിൽ അത് എന്നെ ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ കരുതി ഞാൻ സ്വയം പഠിക്കുക എന്നുള്ളൂ. അങ്ങനെയാണ് പിന്നെ പ്രീ ഡിഗ്രി എക്സാമിനേഷനും പിന്നീട് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാൻ കോഴിക്കോട്ടുള്ള ഒരു സ്കോളർ കോളേജ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് കുറച്ച് സഹായിക്കും. അതെ മാത്യു എന്ന് പറയുന്ന ഒരാളുടെ സഹായം തേടി ഒരു വലിയ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കലായിരിക്കുന്ന ഒരു ഇൻ്റർവെൻഷൻ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എനിക്ക് ആവശ്യമുള്ള പരീക്ഷ ചെയ്താനുള്ള നോളജ് പുള്ളി ഉണ്ടാക്കി തോന്നും. മാത്രമല്ല അന്ന് ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഈ SSL പ്രീ ഡിഗ്രിൻ്റെ അക്കാലത്ത് ഇന്നത്തെ പോലെ ഒന്നല്ല ഈ ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യം നീ ഫിസിക്സും മാത്സും ഞാൻ എഴുതിയിട്ടില്ല, ഇംഗ്ലീഷ് പോയി, അതായത് മൊത്തത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഞാൻ ഒരു പത്രം എടുത്ത് നോക്കിയപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്കും ഉണ്ട് കൊള്ളാവുന്ന മാർക്കൊക്കെ പാസ്സായിട്ടുണ്ട്. പിന്നീട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഇനി നീ എന്നെ ഒരു ഫോർമൽ എഡ്യൂക്കേഷന് പോയിട്ടില്ലെങ്കിൽ ലൈഫിലൊരു മിസ് ഫീൽ ചെയ്യും. കാരണം നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ എടുത്തില്ല എന്നുള്ള അല്ലെങ്കിൽ ഒരു കോളേജ് എഡ്യൂക്കേഷൻ അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി തന്നെ. അപ്പം ഞാൻ കുറേ കോളേജുകൾ അപ്ലൈ ചെയ്ത് എല്ലാ കോളേജുകാരും എന്നുണ്ടല്ലോ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സമൂര്യൻസ് ഗുരുവായൂരപ്പൻ കോളേജിൽ MA ചേർന്നു, പിന്നെ BA. പിന്നീട് അവിടെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ടോപ്പറൊക്കെ ആകാൻ തുടങ്ങി കുറേശ്ശെ. പക്ഷെ അപ്പോഴും നമ്മൾ ജീവിത പരീക്ഷണങ്ങൾ വിടാൻ തയ്യാറല്ലായിരുന്നു. പരീക്ഷണങ്ങളിൽ ഒരു അറുതിയും വന്നില്ല. ഞാനൊരു സോപ്പ് യൂണിറ്റ് തുടങ്ങി ഫാഷൻ സോപ്സ് എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സോപ്പും ഉണ്ട്. പിന്നെ നമ്മളന്ന് സ്വപ്നം കാണുന്നത് ഈ സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് ടാറ്റയുടെയോ ഒക്കെ ഗോദ്രേജിന്റെ ഒക്കെ വലിയ കമ്പനിയില്ല. അതേമാതിരി ഒരാൾ ഞാനും ആയി തീരുന്നൊക്കെയാണ്. പക്ഷെ സോപ്പ് ഒരു വിധമൊക്കെ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുറിയായിരിക്കുമല്ലോ. സാമാന്യം ഒരു ചെറിയ റൂം. പിന്നെ ഞാൻ തന്നെ വിജയിച്ചിരുന്നെങ്കിൽ താങ്കൾ ഇന്ത്യയിലെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയി മാറി. നഷ്ടമാണോ ലാഭം ഉണ്ടായെന്ന് ഇപ്പൊ എനിക്കിപ്പോ ഉറപ്പില്ല മൊത്തത്തില്. പക്ഷെ വലിയ അനുഭവം തന്നു. അല്ല ഞാൻ അതാ പറഞ്ഞത് ശരിക്കും ഞാൻ സോപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ സോപ്പ് കമ്പനി പൂട്ടിയതിന് അധികം പറയേണ്ട കാര്യമില്ലല്ലോ. അത് പ്രത്യേകിച്ച് പറയാം. പക്ഷെ ഞാൻ ജയിച്ചു. പിന്നെ നമ്മൾ 1, 2, 3 ഇടപാട് അപ്പോഴേക്കാണ് കലയിലേക്ക് ഒരു വലിയ കലയും സാമൂഹ്യ പ്രവർത്തനവും തലയിൽ കയറി. കലാദേശിക്കുന്ന പാട്ടില്ല, ഞാൻ പാടുന്നില്ല. പാടില്ലേ? അങ്ങനെയല്ല, ഞാൻ കേട്ടിട്ടുള്ളൂ. വെറുതെ നമ്മൾ ആളുകളെ ബുദ്ധിമുട്ടിക്കണം. അതായത് ഞങ്ങൾ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തന്നിട്ടൊരു ഉണ്ടായി. എൻ്റെ കസിൻ തന്നെയാണ് പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ നാടകം അവതരിപ്പിക്കാൻ പോകും. അപ്പം ഈ കേരളോത്സവത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും വാർഷികം ഉണ്ടാവും. ഇപ്പം വാർഷികത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കലാവിഭാഗം കൺവീനർ ആയിരിക്കും. ഇൻവേരിയബിളി ഞാൻ കലാവിഭാഗം കൺവീനർ ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഫണ്ട് പിരിക്കൽ ഇത്തിരി വലിയ പണിയാണ്, ആളുകൾ പോക്കറ്റ് കിടക്കുന്ന കൂടി കിട്ടണ്ടേ. അപ്പോൾ എല്ലാ വർഷവും നാടകം അവതരിപ്പിക്കും, എല്ലാ വർഷവും നാടകം പ്രസൻറ്റ് ചെയ്യാൻ പോകും. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ 1-2 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. അവിടെ നാട്ടിലുള്ള വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങൾ പിള്ളേരെയൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒരു കുറച്ച് കാലം ഈ നാടകവും ഇതൊക്കെ തലയിൽ കയറി. നാടകം കഴിഞ്ഞാൽ പക്ഷേ അത് എൻ്റെ കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞു, നീ ഇപ്പം ചെയ്യുന്ന ഇത്തിരി കടന്ന കൈയാണ്, ഡിഗ്രീൻ്റെ എക്സാം വരികയാണെന്ന്. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സാമൊക്കെ എടുത്തപ്പം വാതിൽ പുറത്തുനിന്ന് പൂട്ടി, അമ്മ പൂട്ടി, പിന്നെ പഠനം തുടങ്ങി. അങ്ങനെ ഒരു 2-3 ആഴ്ച പഠിച്ചതാണ് ഡിഗ്രി. ഡിഗ്രിയിൽ ഞാനായിരുന്നു ടോപ്പർ അവിടെ. പിന്നെ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് കയറി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവിടെ ഒരു പാരൽ കോളേജ് എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്നുണ്ട്. അവിടെ കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ ചെറിയ കുറച്ച് പോക്കറ്റ് മണി കിട്ടും. പിന്നെ അതുകൂടാതെ അന്നും ഈ പരിപാടിയൊക്കെ ഉണ്ട്, നമ്മളെ ഈ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ. അത് വിട്ടിട്ടില്ല. താങ്കൾക്ക് ഈ സിവിൽ സർവീസ് എനിക്ക് തോന്നുന്നല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം തന്നെ ഡിഗ്രീൻ്റെ ഒരു സമയത്ത് തന്നെ ഒരു VP ജോയ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടിയ എനിക്ക് പഠനം തലക്ക് പിടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുറ്റബോധം തുടങ്ങി. ഒരു നഷ്ടബോധമൊക്കെ. കാരണം ഞാൻ ഫിസിക്സും മാത്സാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഞാൻ എക്കണോമിക്സ് മോശമല്ല, പക്ഷെ എക്കണോമിക്സിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഇതിപ്പോൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം BP ജോയ് സാറിന് IAS കിട്ടിയതായിട്ട് കണ്ടത്. അപ്പം ഞാനതിങ്ങനെ കാര്യമായിട്ട് വായിച്ചു നോക്കിയപ്പോൾ 2-3 കാര്യം എനിക്ക് മനസ്സിലായി. ഒന്ന്, അദ്ദേഹവും ഈ പറഞ്ഞ വലിയ ജീവിത സാഹചര്യങ്ങളൊന്നല്ല പുള്ളീനെ IAS ആക്കിയത്. 2, അദ്ദേഹം ഫിസിക്സും മാത്സും ഒക്കെ പഠിക്കുന്നത് ഭയങ്കര മിടുക്കനായതുകൊണ്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പാസ് ഔട്ട് ചെയ്താണ്.
അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ ഈ ഫിസിക്സും മാത്സും ഒക്കെ കിട്ടിപ്പോണവനും അവസാനം എഴുതുന്ന പരീക്ഷ ഇതാണ്, സിവിൽ സർവീസ് ആണ്. അപ്പം ഞാനും അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് നഷ്ടബോധമൊന്നും ഇല്ലല്ലോ, അവരുമായിട്ട് പിന്നെ പ്രത്യേകിച്ച് വിടവൊന്നുമില്ല. അങ്ങനെയാണ് സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴുള്ള പ്രത്യേകത, ഞങ്ങളെ നാട്ടിലാരും ഇത് എഴുതിയിട്ടുള്ള പരിചയമുള്ളവരില്ല. ഒരു 10-12 കിലോമീറ്റർ റേഡിയസിലൊന്നും കോച്ചിങ്ങിന് പോയില്ല, കോച്ചിങ്ങിനൊന്നുമില്ല. കാരണം ആകെയുള്ളത് ഞാൻ പഠിക്കുന്ന കോളേജിലെ ലൈബ്രറിയാണ്. അവിടെ ആ ലൈബ്രറിയൊക്കെ വളരെ ലിബറലായിരുന്നു. ഞങ്ങൾക്ക് 2 പുസ്തകം മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. പക്ഷെ അവിടുത്തെ ഏട്ടൻ രാജ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ ലൈബ്രറി. അത് എനിക്ക് വെക്കേഷൻ സമയത്തൊക്കെ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ 18 പുസ്തകം വരെയൊക്കെ തരിക മാത്രമല്ല, ഞാൻ എടുക്കുന്ന പുസ്തകമൊന്നും എനിക്കിപ്പം തന്നെ ആലോചിച്ചിട്ട് അത്ഭുതമാണ്. ഞാൻ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെയാണ് എടുത്തുകൊണ്ടാണ്. ചിലതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു സത്യത്തിൽ, എന്നാലും ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. പക്ഷേ മനസ്സിലായില്ല എന്നുള്ളത് വെറുതെ ആയിരുന്നു. കാരണം നമ്മൾ പിന്നീട് പല ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ മെമ്മറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് കുറേ മാഗസിൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ മാഗസിൻ ഈ പറഞ്ഞ മാതിരി ഭയങ്കര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നല്ലായിരുന്നു. പക്ഷേ അതെല്ലാം ബേസിക് ആയിരിക്കുന്ന കുറേ ഇൻപുട്ട് തന്നു. അതിനിടയ്ക്ക് ഒരു അത്ഭുതം സംഭവിച്ചാൽ, ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ജീവിതത്തിൻ്റെ അന്വേഷണത്തിന് ഞാൻ കോളേജിൽ ഉച്ചകത്തെ ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഒരു ചങ്ങാതി എൻ്റെ കാല് ചോട്ടി. അപ്പം നമ്മളന്ന് വിട്ടുകൊടുക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. കട്ടയ്ക്ക് കട്ട നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവൻ കാല് ചവിട്ടിയത് മാത്രമല്ല, നല്ലപോലെ എനിക്ക് വേദനയായിട്ട് ഇവന് യാതൊരു കുറ്റബോധമില്ല. അങ്ങനെ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി, ഞാൻ അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അവിടെ ഒരു കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്ന കട, അവിടെ കയറിയത് ഇവൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവനോട് ചോദിച്ച്, അവനൊരു ആലുവക്കാരനാണ്, എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ MA-ക്കാണ് പഠിക്കുന്നത്. ഇത്തിരി ഗമയോടോട് പറഞ്ഞു. ഞാൻ ഇപ്പം വല്ല കാര്യമായിട്ടൊന്നും പഠിക്കുന്നവനായിരിക്കില്ല. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ വർഷത്തെ MA എക്കണോമിക്സിലെ റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവൻ ആൾ കൊള്ളാലോ, അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നിങ്ങൾ എന്താണ്, എന്നോട് ചോദിച്ചാൽ നിങ്ങൾ പരിപാടി എന്താ ഇനി ബാക്കിയത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എനിക്കൊരു കോളേജ് ലെക്ചറാണെന്നാണ്. അപ്പം എന്നോട് കോളേജ് ലെക്ചറാണ്, UGC എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതി പാസ്സാണ്. എനിക്ക് അത് അറിയില്ല എന്താണെന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാനിവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാമെന്ന്. ഞാൻ അയാൾ അപ്പം തന്നെ കൂടെ പോയി. പിന്നീട് അയാൾ പറഞ്ഞിട്ട് ഞാൻ UGC പരീക്ഷയ്ക്ക് എഴുതി, UGC എക്സാമിനേഷൻ എഴുതി. അയാൾ പറഞ്ഞ ടോപ്പിക് എടുത്ത്. പക്ഷേ അന്ന് അത്ഭുതകരമായിട്ട് കേരളത്തിൽ അന്ന് എക്കണോമിക്സിൽ ആദ്യം ഒരാൾക്ക് UGC JRF കിട്ടിയിട്ടു, അതെനിക്കായിരുന്നു. ഇതിൽ ഒരുപാട് ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് ഫർദർ സ്റ്റഡീസിന് സ്കോപ്പ് തന്നു, 2 ഫിനാൻഷ്യൽ സപ്പോർട്ട്, നല്ല എമൗണ്ട് ആണ്. അത് പിന്നീടാണ് ഞാൻ തിരുവനന്തപുരത്തേക്കൊക്കെ ചേക്കേറാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ കാലിലുള്ള ചവിട്ടാണ് സത്യത്തിൽ അയാൾ ഓപ്പൺ ചെയ്ത ആ കാലിലെ ചവിട്ടാണ്. അതായത് അയാളുമായിട്ട് ഒന്ന് ഐബോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടായപ്പോഴാണ് ആ ചവിട്ടി വിദ്വാനെ പിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം വീണ്ടും എക്സാം എഴുതി. ഈ 2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു ത്രൂ ഔട്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ എക്കണോമിക് സർവീസിലുണ്ട്, ഇപ്പോഴുണ്ട്. ഇടയ്ക്ക് ആരെയും കൊണ്ടൊന്നും ഇപ്പോൾ ചവിട്ടിക്കണം കേട്ടോ. അപ്പൊ ഈ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിലേ നമ്മളെ വഴിയിൽ ആരെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ജീവിതം എന്ന് പറയുന്നത് ഇതുപോലുള്ള യാദൃശ്ചികതകളാണ്. ഒരുപക്ഷെ ഒരിക്കലും നിലച്ചിരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക. അങ്ങനെ താങ്കൾ സിവിൽ സർവീസ് താങ്കൾ ക്ലിയർ ചെയ്തു, IPS കിട്ടും. താങ്കൾ മസൂറിയിലേക്ക് അല്ലേ, എവിടേക്ക് പോകുന്നു? മസൂറിയിലേക്ക് പോയി. അവിടെ യാദൃശ്ചികതകൾ കാത്തിരുന്നു. ആ യാദൃച്ഛികതകളൊക്കെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യതയായി മാറി. അതെ അതെ, എന്താ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി? വളരെ വ്യക്തമായി. എന്താണ്? എന്റെ ഭാര്യയെ കുറിച്ചിട്ട്. അല്ല, അത് യാദൃശ്ചികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യാദൃശ്ചികതയാണ്. അതായത് 1999 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഞാനും റൺധീർ സഹായ് എന്ന് പറയുന്ന ബീഹാറിലെ എൻ്റെ ഫ്രണ്ടും കൂടി, കാരണം ഞാൻ അന്ന് ഡൽഹിയിലൊക്കെ അത്യാവശ്യം പരിചയമായി, ഒരു ഓൾ ഇന്ത്യ ഫ്രണ്ട്സ് ബേസ് ഉണ്ട്. ഫ്രണ്ട്സാണ് നമ്മളൊരു അസറ്റ്. ഇവനും കൂടി ഞങ്ങൾ 2 പേരും കൂടി ഡൽഹി ഡെറാഡൂൺ ശതാബ്ദി എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഒരു കാറൊക്കെ പിടിച്ച് അങ്ങനെ അക്കാഡമിയിൽ ചെന്ന. അപ്പം ഞങ്ങളൊക്കെ കുറച്ച് സീനിയറായ ആളുകളാണ്. അതുകൊണ്ട് ഈ പിള്ളേരൊന്നും നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2 പേരും 2 സ്റ്റേറ്റുകാരായതുകൊണ്ട് ഹോസ്റ്റലിൽ, ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റലിൽ 2 പേർക്ക് ഒരു മുറി തന്നെ കിട്ടിയത്. 2 സ്റ്റേറ്റുകാരെയാണ് അക്കോമഡേറ്റ് ചെയ്യുക. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയായപ്പം വിശക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട്, കാരണം ഹോസ്റ്റലിലെ മെസ്സൊന്നും തുടങ്ങിയിട്ടില്ല, രാത്രിയിലെ ഭക്ഷണം കിട്ടും. അപ്പം ഞങ്ങളൊന്ന് അവിടുത്തെ മാളിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ
ഒരാള് വളരെ ധിക്കാരപരമായിട്ട് എൻ്റെ അടുത്തേക്ക് വിജയേട്ടാന്ന് വെച്ച് വന്നിട്ടുണ്ട്. ഇതാരാണ് ഇയാള്? വിജയേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ്, അപ്പൊ എന്നോട് പറഞ്ഞേ നിങ്ങൾ കേരള കേഡറാണല്ലേ എന്ന്. എനിക്ക് കേരള കേഡർ കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം അന്നത്തെ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ഈ സർവീസ് റൊട്ടേഷൻ വെച്ചിട്ട്, കാരണം ഞാനാണ് കേരളത്തിലെ ടോപ്പറൊക്കെ എങ്കിലും മറ്റേ IPS റൊട്ടേഷൻ അനുസരിച്ചിട്ട് അത് വേറെ പല സ്ഥലത്തും പോകുന്നതാണ് എന്നോട് പലരും പറഞ്ഞത്. പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കേരളം കാണും. ഞാൻ പറഞ്ഞു അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ലല്ലോ. പിന്നീട് ഞങ്ങൾ വേറെ 1-2 റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പോയിരുന്നു. വില്ലേജ് ആ വിജയേട്ടാന്നുള്ള വിളി അങ്ങോട്ട് അർത്ഥവത്തായി. അതായത് ഏതോ സിനിമയില് ഈ സുമിത്ര മുകുന്ദേട്ടാന്ന് വിളിച്ചൊരു സിനിമയുണ്ട്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു 1.5 വിളിയായിരുന്നു അത്. അത്ര നീട്ടിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് പിന്നീട് ഈ ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളെ ചില സ്ഥലത്ത് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാലിന് ചവിട്ടിയതുപോലെ വിജയേട്ടാന്ന് വിളിച്ചതുപോലെ ചില ആളുകളെ ജീവിതയാത്രയിൽ മുട്ടേണ്ട. നിങ്ങൾ ആദ്യം വന്ന് ബീനെ ഇങ്ങനെ വിജയേട്ടാ നിങ്ങൾ കേരളക്കാർ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലേ? ഞാൻ അങ്ങനെയല്ല. അവരൊക്കെ ബേസിക്കലി ഞാൻ ഒത്തിരി പ്രാവശ്യം ഡൽഹിയിൽ യാത്ര ചെയ്തും ഞാൻ കോളേജ് ലെക്ചറായിരുന്നു. പിന്നെ റെയിൽവേയിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ വർക്കുകളൊക്കെ റെയിൽവേ ഞാൻ കുറച്ച് ടെസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു. 10-18 എണ്ണത്തിന് അപ്ലൈ ചെയ്തതിൽ മുഖ്യെണ്ണം കിട്ടിയിട്ടുണ്ട്. അല്ല 1-2-3 ജോലി. ഒന്ന് ആൽബർട്ട്സ് കോളേജിൽ കുറച്ച് സമയം ലെക്ചറായിട്ട് നിന്നു. പിന്നെ റിസൈൻ ചെയ്തു. പിന്നെ റെയിൽവേയിൽ പോയി. പിന്നെ മിനിസ്ട്രി ഓഫ് അർബൻ അഫയേഴ്സിൽ എല്ലാം ഷോർട്ട് പീരീഡ്. അപ്പൊ നമ്മൾ ഈ ആളുകളെയൊക്കെ കണ്ട് ഒന്ന് ചെറുതായിട്ട് ഇവരൊക്കെ വളരെ കൊച്ചു പിള്ളേര്, അതായത് MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുമ്പോൾ സിവിൽ സർവീസ് ബുദ്ധി കൊണ്ട് മാത്രം കിട്ടിപ്പോരുന്ന ആളുകൾ. നമ്മൾ അതല്ലല്ലോ, നമ്മൾ ജീവിത പരീക്ഷകൾ കിട്ടിപ്പോരുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷ എഴുതി വന്നിരിക്കുന്ന ആളുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ വലിയ ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് ജീവിതം അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഉണ്ടായ കുറെ സംഭവങ്ങൾ അതിനകത്തുണ്ട്. കാരണം പിന്നീടുണ്ടായ സംഭവങ്ങളിൽ എത്ര കണ്ട് സംഭവങ്ങൾ ഇവര് ഈ ഫ്ലോറിൽ വിവരിക്കാൻ പറ്റുന്നതാണ്. അല്ല, വിവരിക്കാൻ പറ്റാത്തതൊന്നും ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഒന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു അബദ്ധം പറ്റിപ്പോയൊരു കാര്യമാണ്. ഞങ്ങളെ ഒരു വില്ലേജ് വിസിറ്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ബീഹാറിലുള്ള ചന്ദൻപട്ടി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഞങ്ങളെ വിസിറ്റ്. ഇപ്പൊ വില്ലേജ് വിസിറ്റിൽ ഓരോരോ ഗ്രൂപ്പിൽ 8-10 പേരുണ്ട്. ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഞാനാണ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വില്ലേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വെളിച്ചൊന്നും ഇല്ലാത്ത ഒരു സ്കൂളാണ് ഞങ്ങൾക്ക് കിടക്കാനുള്ളത്. അതിന്റെ മുകളിൽ അടിയിൽ പുല്ല് വിരിച്ചിട്ട് അതിന്റെ മേലെ തുണി വിരിച്ചിട്ടാണ് കിടത്താൻ സൗകര്യം ചെയ്തിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു കുക്കിനെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നു. ആ വില്ലേജ് പ്രധാനട്ടോ. ഇവനെ രാവിലെ നോക്കിയാൽ കാണാനില്ല. അപ്പൊ ഈ രാവിലെ ഒരു 10-8-9 മണിയായപ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അല്ലേ. അപ്പൊ ഞാൻ അതിൽ ഒരുത്തനെ കൂട്ടിയിട്ട് അവിടെയുള്ള ഒരു കടയിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങളൊരു കോഴീന്റെ കഴുത്തും പിടിച്ച് ഇങ്ങനെ പോന്നു. 2 കോഴിയാന്ന് തോന്നുന്നു. കുറച്ച് ആട്ട വാങ്ങിച്ചു, പൊടിയൊക്കെ വാങ്ങിച്ചു ഇവിടെ വന്നു. പിന്നെ പെൺകുട്ടികളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ വേഗം ചപ്പാത്തി റെഡി ആക്കിക്കോളെ, അവർക്ക് ജോലി. ഞാൻ കോഴീന്റെ കട്ടൊക്കെ ചെയ്തു. അങ്ങനെ എനിക്കിത് വലിയ കുഴപ്പമില്ലാത്ത അറിയാം. മുറിച്ച് കറി വെച്ചു. കറിയൊക്കെ വെച്ച് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. 12 മണിയായി വേവുമ്പോഴേക്കും. അപ്പൊ ഇവര് വിശന്ന് വലഞ്ഞത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ്. പിന്നോട് വെച്ചത് എന്ത് ചിക്കൻ കറിയാണ്? ഞാൻ ഇത് മലബാറി ചിക്കൻ കറിയാണ്. പേരും ഇട്ട്. ഈ പുള്ളിക്കാരത്തി കരുതി എന്താണെന്നോ, ഇനി എല്ലാ ദിവസവും ചിക്കൻ കറി കിട്ടുന്നതാണ്. അതായത് എന്റെ കൂടെ കൂടിയാല് ചിക്കൻ കറി ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ എല്ലാരോടും പുള്ളിക്കാരത്തി പറഞ്ഞു അന്നൊരു ദിവസം വച്ചതിന് ശേഷം അന്നൊരു ദിവസം പറ്റിയ അബദ്ധമാണിത്. പിന്നെ ഇന്ന് വരെ കറി വെച്ചില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഒരു ചിക്കൻ കറിയിലാണ് ബീനെ വീഴ്ത്തിയത് താങ്കൾ. പറയാം, ഉദരത്തിലൂടെയാണല്ലോ ഹൃദയത്തിലേക്കുള്ള വഴി. എന്തായാലും നിങ്ങള് പ്രണയത്തിലാകുന്നു അല്ലേ? കുറച്ചു കാലം നിങ്ങൾ അവിടെ പരസ്പരം അറിയുന്നു. അറിയുന്നത് മാത്രമാണോ? അല്ല, അങ്ങനെ കാമുകി കാമുമാരായിട്ട് നടന്നില്ലേ അവിടെയൊക്കെ? അങ്ങനെയൊന്നും, അതൊക്കെ പ്രായമായില്ലേ. ആരെ പറഞ്ഞാലും അവിടെ പല മരങ്ങളും നിങ്ങൾ ഇപ്പോഴും ചുറ്റിയതിന്റെ പാടുണ്ടെന്ന് ഇപ്പോൾ ആരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അവിടെ. അതെ, ഇപ്പോഴും അക്കാഡമിയിൽ പോകുന്ന ആൾക്കാർ ഇത് അന്ന് വിജയം ചുറ്റിയ മരങ്ങളാണ് 120 മരം ഇതൊക്കെ പറഞ്ഞ് എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അത് അസൂയാക്കളുകൾ പറയുന്നതായിരിക്കും. ചുറ്റാൻ മരം കിട്ടാത്തവർ പറഞ്ഞായിരിക്കും. എന്തായാലും താങ്കളുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ പോലെ യാദൃശ്ചികതകൾ അനിവാര്യതകളായി മാറുന്നു. സ്വാഭാവികമായിട്ടും ബീന താങ്കളുടെ ജീവിതത്തിലേക്ക് വരുന്നു. താങ്കളുടെ സഹധർമ്മിണിയാകുന്നു, താങ്കളുടെ ഭാര്യയാകുന്നു, താങ്കളുടെ കുട്ടികളുടെ അമ്മയാകുന്നു. താങ്കളാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രൊഫഷണല് വേറെ രീതിയിലേക്ക് മാറുന്നു. ഒരു പക്ഷേ താങ്കളെ ഞാൻ വ്യത്യസ്തനാക്കി നിർത്തുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ വഴിത്താര, 2 താങ്കൾ പ്രൊഫഷനോട് കാണിച്ചിട്ടുള്ള ഒരു സമീപനം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. നാട്ടുനടപ്പനുസരിച്ചിട്ട്
ഇത്തരത്തിലുള്ള ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു പദ്ധതിയുടെയും പ്രയോക്താവോ ഗുണഭോക്താവോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടോഗണിസ്റ്റോ ആകേണ്ട കാര്യമില്ല. വരട്ടെ. ശ്രീ വിജയനോട് എനിക്ക് ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം, നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് വരാം, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്സുമായിട്ടുള്ള ഇഷ്യൂസ് വരാം. ഇതെല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ തന്നെ അതേസമയം കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി താൻ രൂപം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി ഈ ഏജൻസികളെയും വകുപ്പുകളെയും വകുപ്പ് തലവന്മാരെയും മന്ത്രിമാരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഷാജഹാൻ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ വൈകുന്നേരങ്ങളിൽ ഷാജഹാൻ്റെ റൂമിലായിരുന്നു. ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ ഞാൻ വേറൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. 2010 അവർ റെസ്പോൺസിബിലിറ്റി ഇട്ടിട്ടുണ്ട്. അത് സ്റ്റേറ്റ് വൈഡ് ആൻഡ് നാഷണൽ വൈഡ് ആകാനുള്ള ശ്രമത്തിലാണ്. അപ്പം അദ്ദേഹം തന്നെ അദ്ദേഹമായിട്ട് ഒത്തിരി ഇടപഴകേണ്ടെന്ന് ആവശ്യം വന്നില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് ചോദിച്ചു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ ആവേശം വിടാതെ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആവർത്തിക്കാനുള്ളൂ. അതായത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യണമെന്നുള്ളത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നീട് അത് ശരി ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കും. നമുക്ക് വേണമെങ്കിൽ വിഷമം തോന്നിയിട്ട് പോരാണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് ഒരു ഓഫീസർ എടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഒരു ആളെടുത്ത് നമുക്കത് മീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഓഫീസർ എടുത്ത് പോയിട്ട് അതേ കാര്യം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ ഈ എല്ലാവർക്കും ഇപ്പം വിദ്യാഭ്യാസ വകുപ്പ് പോലീസിൻ്റെ ഒരു പ്രോജക്റ്റ് എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് തോന്നിയേക്കും. പക്ഷെ അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആവശ്യകതയാക്കി മാറ്റാൻ എങ്ങനെയുണ്ടാവും? അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് വിദ്യാഭ്യാസ വകുപ്പാണെന്ന് നമ്മൾ കാര്യകാരണ സഹിതം വിവരിക്കും, അവരെ ബോധ്യപ്പെടുത്തുക. അപ്പം പിന്നെ അവർക്ക് അതേപോലെ തന്നെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പദ്ധതി കൊണ്ട് കേരളത്തിൻ്റെ നമ്മൾ എടുക്കുന്ന പല പദ്ധതികളേക്കാൾ ഗുണകരമാകുമെന്ന് നമ്മളെ ബഹുമാന്യരായ മന്ത്രിമാരെ മനസ്സിലാക്കി, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അനുഭവസ്ഥന്മാർ അവരോട് പറയുമ്പോൾ, അതായത് ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയുടെ ഞങ്ങളൊരു ഡിസ്കഷനിലിരിക്കുമ്പോൾ ഞങ്ങൾ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നമുക്കൊരു ഇമ്പാക്റ്റ് സ്റ്റഡി ഓൺ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കാം, പദ്ധതിയെക്കുറിച്ചൊരു ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം. അതേ എടുത്ത വഴിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിന് ഇമ്പാക്റ്റ് സ്റ്റഡീൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂൾ വിസിറ്റ് ചെയ്താൽ മതി എന്നുള്ള. അതായത് ഞാൻ നടപ്പിലാക്കുന്ന പദ്ധതിയെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ അധികം മെനക്കെടാറില്ല, അതിൻ്റെ ഗുണഭോക്താക്കൾ സംസാരിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്മ, പിന്നെ പുണ്യം, പൂങ്കാവനം, അതെനിക്കൊന്ന് ശബരിമല ക്ലീനിങ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ പറഞ്ഞ കാണിച്ചു തരാം അതിനെ കുറച്ച് വിഷ്വൽസ്. ഇത് എനിക്ക് തോന്നുന്നു ശ്രീ മോഡിയുടെ സ്വച്ഛ ഭാരത് വരുന്നതിന് മുമ്പുള്ള 3-4 വർഷം മുമ്പുള്ളതാണ്. അതെ, യഥാർത്ഥത്തിൽ ശബരിമലയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. എത്രത്തോളം വേസ്റ്റാണ് അവിടെ ഡംപ് ചെയ്യപ്പെടുന്നത്. ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവവും മനുഷ്യനും ഒന്നായി ചേരുന്ന സ്ഥലമാണ്. അകത്തിരിക്കുന്ന പ്രതിഷ്ഠയും പുറത്തിരിക്കുന്ന വ്യക്തിയും അയ്യപ്പ എന്ന് വിളിക്കപ്പെടുന്ന ലോകത്തിലെ ഏക സംഭവമായിരിക്കും. മനുഷ്യൻ ദൈവമായി സ്ഥലത്തെ ചില ശരിയല്ലായ്മകൾ കണ്ടതുകൊണ്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അതായത് അവിടെ ഒരു 10-400ഓളം ക്ലീനേഴ്സ് ഉണ്ട്. അവർ ദൈവമല്ലേ? നമ്മളുണ്ടാക്കുന്ന വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ശബരിമലയിൽ എത്തുന്ന എല്ലാവരും ദൈവമാണെങ്കിൽ ഈ ക്ലീനറും എന്തായിരിക്കണം? ദൈവമായിരിക്കണം. അങ്ങനെ നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് മറ്റുള്ളവരെ കൊണ്ട് വാരിപ്പിക്കാൻ ശബരിമലയിലെങ്കിലും വ്രതമെടുത്ത് വരുന്നവൻ ചിന്തിക്കുന്നത് തെറ്റല്ലേ? ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ശബരിമലയിൽ നമ്മൾ ഒന്ന് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം അവിടെ കൊണ്ടുവരാം. കാരണം ഒരു ദിവസം അവിടെ 125 ടണ്ണെങ്കിലും വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നായിരുന്നു. ഇതിൽ നല്ലൊരു ഭാഗം പ്ലാസ്റ്റിക്കാണ്. ഇത് ഈ പൂങ്കാവനത്തിൻ്റെ ഇടയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആണ് കൊണ്ടുപോയിടുന്നത്. കാരണം താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് അധികം താമസിച്ച് പോയി പൂങ്കാവനം നശിക്കപ്പെടില്ലേ? ഇന്ന് ഓരോരുത്തരും തൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ തൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാവുമോ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന വേസ്റ്റ് ഒരു 500 ഗ്രാമാണ് സൃഷ്ടിക്കുന്നെങ്കിൽ ഒരു 3 കിലോ ഒക്കെ ആയിരിക്കും ഒരു ഇരുമുടിക്കെട്ട് കെട്ടി 5 കിലോമീറ്ററോളം ട്രക്കിംഗ് നടത്തിയിട്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ ഒരു മനസ്സ് അല്പം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവൻ ആ 500 ഗ്രാം തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വേസ്റ്റിൻ്റെ കൂമ്പാരം അവിടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റ് വേറെ ആർക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തരും അവിടെ 1 മണിക്കൂറെങ്കിലും ക്ലീനിങ് പ്രോസസ്സ് പങ്കെടുപ്പിക്കുക എല്ലാവരും. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം, ഞങ്ങളെല്ലാവരും വേസ്റ്റ് വരുന്നു. അവിടെ വരുന്ന ബഹുമാനരായ ഹൈക്കോടതി ജഡ്ജിമാരും മന്ത്രിമാരും എല്ലാം കുറച്ച് സമയം വേസ്റ്റ് വരുന്നത്.
ഇപ്പം അവിടെ ക്ലീൻ ചെയ്യുന്നവരുടെ ആത്മാഭിമാനം ഒന്ന് ഉയർന്നിട്ടുണ്ട്. കാരണം വേസ്റ്റിന് ഒരു വാല്യൂ വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ വേസ്റ്റ് വാരുന്നവന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തിന് ഉയർത്താൻ പറ്റിയെന്നുള്ള. ഞങ്ങൾ എല്ലാ വർഷവും ഈ പുണ്യം പൂങ്കാവനത്തിന്റെ ഭാഗമായി അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ആദരിക്കുക തന്നെ ഒരു പരിപാടി നടത്താറുണ്ട്. അവർക്കൊരു മുണ്ടും ഷർട്ടൊക്കെ കൊടുത്ത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി കിട്ടുന്ന, എല്ലാ വർഷവും ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് അത് ചെയ്യാറുണ്ട്. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ്സ്പീഡ്.